ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാടൻ ഞണ്ട് കറി റെസിപ്പി പരിചയപ്പെട്ടാലോ. ഞണ്ട് ഞങ്ങൾ വളരെ റെയറായിട്ട് മാത്രം 1-2 തവണ മാത്രം വാങ്ങി കറി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ലാസ്റ്റ് ടൈം കറി വെച്ചപ്പോഴത്തേനും അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് ഫസ്റ്റ് ടൈമാണ് റെസിപ്പിയായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും. എല്ലാവരും ക്ഷമിച്ചു തരിക. അപ്പം ഞണ്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലീൻ ചെയ്തു. ഇതൊരു ഫ്രൈഡേ ലഞ്ചിന് വേണ്ടി റെഡിയാക്കുന്ന റെസിപ്പിയാണ്. റെയറായിട്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ടൈമുള്ളത്. അപ്പോൾ ഫ്രൈഡേ കുഞ്ഞുവാവേനെ നോക്കിക്കൊണ്ട് അച്ചാച്ചിരിക്കുന്ന ടൈമിലാണ് ഞാൻ ഇത് റെഡിയാക്കുന്നത്. എന്നാലും ഫൈനൽ റിസൾട്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ടേസ്റ്റി ആയിരുന്നു. നമുക്കൊരു മീൻ കറിക്ക് വേണ്ട അതേ ഇൻഗ്രീഡിയൻസ് ചേർത്താണ് ഞാൻ ഞണ്ട് കറി തയ്യാറാക്കിയത്. അതിൻ്റെ വേണ്ടാത്ത പോർഷൻസ് എല്ലാം റിമൂവ് ചെയ്ത്, അതുപോലെ അതിൻ്റെ ചെറിയ ചെറിയ കാലുകളൊക്കെ നമ്മൾ എടുത്തു. അതുപോലെ അതിൻ്റെ ഹാർഡായിട്ടുള്ള പോർഷനൊക്കെ റിമൂവ് ചെയ്തു. നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉളുമ്പ് ഒഴിവാക്കി എടുക്കണം കേട്ടോ. മീനുള്ളതുപോലെ തന്നെ ഇതിന് ഉളുമ്പുണ്ട്. അതിൻ്റെ സ്കെയിൽസ് പോലെ ഇരിക്കുന്ന പാട്ടെല്ലാം വാഷ് ഔട്ട് ചെയ്ത് നന്നായിട്ട് വെള്ളത്തിൽ റിൻസ് ഔട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വേണം നമ്മളത് എടുക്കാനായിട്ട്. ഞണ്ട് പുറമേ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ അത്ര പരിചയമില്ലാത്തത് കൊണ്ടാവും അതെനിക്കൊരു ഹെക്ടിക് ടാസ്ക്കായിട്ട് തന്നെ തോന്നി കേട്ടോ തുടക്കത്തിൽ. ഇപ്പം 2-3 വട്ടം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിനകത്ത് ഇപ്പോൾ ഏതൊക്കെ പോർഷനാണ് ആക്ച്വലി കളയേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ആ സൈഡിലിരുന്ന ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസ് തന്നെ നമ്മൾ റിമൂവ് ചെയ്ത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുത്തു കേട്ടോ. കാരണം ഇതൊക്കെ നമുക്ക് വയറിന് പിന്നെ കംപ്ലൈൻറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ. ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് കൂടുതലും ചെമ്മീനും അതുപോലെ കരിമീനും ഒക്കെ നമുക്ക് കൂടുതലും അവൈലബിളായിട്ട് വീട്ടിലൊക്കെ വാങ്ങാറുണ്ട്. നമ്മുടെ അവിടുന്ന് കോട്ടയത്ത് കുമരകത്തിൽ നിന്നൊരു ചേട്ടൻ ഇപ്പോഴും പണ്ടത്തെ മോഡൽ ചെമ്പേട്ടിയൊക്കെ തലയിൽ വെച്ച് വരാറുണ്ട്. പക്ഷെ ഞണ്ട് ഞങ്ങളങ്ങനെ വാങ്ങിയിട്ടില്ല കേട്ടോ. എനിവേ, ഈ ഞണ്ട് റെസിപ്പി നമുക്കൊന്ന് പരിചയപ്പെടാം. നോർമലായിട്ടും ചെറിയ ഉള്ളി ഇല്ലായിരുന്നു. ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. ചെറിയ ഉള്ളി ആവശ്യത്തിന്, എത്രയും കൂടുതൽ ചേർക്കാവോ അത്രയും ടേസ്റ്റാണ്. പിന്നെ 2-3 പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില പോലുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ പുതിയൊരു കടായിയാണ്. ഓയിൽ ഇവിടെ ഇടുമ്പോൾ ഓയിൽ അതുവഴി ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞ പച്ചമുളകും ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തൊന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ നമ്മൾ കുറേ അധികം ടൈം എടുത്ത് തന്നെ സോർട്ട് ഔട്ട് ചെയ്താൽ കേട്ടോ. വീഡിയോ ഞാൻ സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ലിഡ് അടച്ചു വെച്ച് നമുക്കൊരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഒരു ലേശം ഗരം മസാല, ഇത്രയും ചേർത്ത് നമുക്കൊരു ചെറിയ ഇളം ചൂടുവെള്ളം ചേർത്ത് കരിഞ്ഞു പോകാതെ മസാല ഒന്ന് മൂത്ത് വരാൻ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ കഷ്ണത്തോടൊപ്പം തന്നെ നമ്മുടെ പുളി കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഒരു ചെറു ചൂടുവെള്ളം അളന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഞണ്ട് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വേണം. നന്നായിട്ട് അത് ഹാർഡാണല്ലോ, അപ്പോൾ അതിനകത്ത് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാലകൾ കയറാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വേണ്ട കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. എന്നാണെങ്കിലും ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഐറ്റം ഞണ്ടായിരുന്നു. അപ്പം ഞണ്ട് കറി അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ വിചാരിച്ചാലും നല്ല സക്സസ് ആയി. നെക്സ്റ്റ് ഡേ ആയപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയത്. ചാറ് വറ്റി എൻ്റെ ഫ്രണ്ട് നാട്ടിൽ പോകുമായിരുന്നു, അവൾക്ക് കൊടുത്തിട്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഞണ്ട് കറി കൂട്ടി ചോറുണ്ടു. അപ്പം നെക്സ്റ്റ് ടൈം ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം പറ്റിച്ചെടുത്തതിന് ശേഷം ഉപയോഗിക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം
നിർത്തി ചോറുമായിട്ട് സെർവ് ചെയ്തു. നമുക്ക് കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം ഇത് പോകുന്ന ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. നമ്മളിന്ന് ചോറിൻ്റെ കൂടെയാണ് കഴിച്ച് പൊട്ടിച്ചെടുക്കാനും കഴിക്കാനും ഒക്കെ ഒരു ഇച്ചിരി പ്രയാസമുണ്ട് ഒരു ബിഗിനേഴ്സ് എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ അതിനോടൊരു അഡിക്റ്റ് ഫാനായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രാബ് മേടിച്ച് നിസ്സാരമായിട്ട് ഇതുപോലെ കറി വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പം മസ്റ്റ് ട്രൈ ആണ്. ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ സജഷൻസ്, നിങ്ങൾ കറി വെക്കുന്ന രീതി ഇതിൽ നിന്ന് വ്യത്യസ്തമെങ്കിൽ അതും ഞങ്ങൾക്ക് സജഷൻ പറയണം കേട്ടോ. പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് നിർത്തി കൊടുക്കാം. താങ്ക് യു. ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ വേണ്ടി അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കറി തീയിൽ നിന്ന് വാങ്ങാം.